ഹായ് ഹലോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2024. 2024 കേരള പി എസ് സി നടത്തിയ LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ടോട്ടൽ 80 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്തത്, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പങ്കുവച്ച ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം നടന്ന വർഷം എന്നാണ്? 1918. അടുത്തത്, കേദാ സമരം 1918. അടുത്തത്, നിസ്സഹകരണ സമരം നടന്നത് 1920. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. റൗലറ്റ് നിയമമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. റൗലറ്റ് നിയമം എന്നാണ്? 1919. എന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919. അപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ഇനി അടുത്തത്, ശാശ്വത ഭൂനികുതി നിയമം. ശാശ്വത ഭൂനികുതി നിയമം എന്നാണ്? 1793 കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയതാണ് ശാശ്വത ഭൂനികുതി നിയമം. 1793 കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയതാണ് ശാശ്വത ഭൂനികുതി നിയമം. അടുത്തത്, ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം ആരാണ് നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭുവാണ്. 1856 കാലഘട്ടത്തില് ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അത് പിൻവലിച്ചത് ആരാണ്? കനിങ് പ്രഭുവാണ് ട്ടോ. അടുത്തത്, വെർണക്കുലർ പത്ര നിയമം. വെർണക്കുലർ പത്ര നിയമം എന്നാണ്? AD 1878 ലിട്ടൺ ആണ് ട്ടോ. വെർണക്കുലർ പത്ര നിയമം 1878. റൗലറ്റ് നിയമം 1919. അപ്പം വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. അടുത്തത്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉദ്ധം സിംഗ്. അപ്പം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉദ്ധം സിംഗ്. അടുത്തത്, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ട്ടോ. അടുത്തത്, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? ഉത്തരം D ആണ്. കോടതിയെ സമീപിക്കാനാകില്ല. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് സമീപിക്കേണ്ട കോടതി ഏതെന്ന് വെച്ചാൽ കോടതിയെ സമീപിക്കാനാകില്ല. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. അടുത്തത്, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ട്ടോ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഉത്തരം C, ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്തത്, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്?
കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണൻ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി. അടുത്തത് സമപന്തിഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്തകൻ ആര്? സമപന്തിഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? സമപന്തിഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. അടുത്തത് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്. ആരാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ബ്രസീൽ. അപ്പൊ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന ഏത് രാജ്യം? ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ് കേട്ടോ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് രാജ്യം ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. അടുത്തത് ശ്രീലങ്കയിൽ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റാനിൽ വിക്രം സിൻഹ. അടുത്തത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ബി വി പി മേനോൻ. വി പി മേനോൻ ആണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക എന്നതാണ്. ഭിലായ്. ഭിലായ് ഏതാണ്? ഭിലായ് സോവിയറ്റ് യൂണിയൻ. സഹായം നൽകിയ രാഷ്ട്രങ്ങൾ. ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രങ്ങൾ. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഏതാണ്? അതും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കല ഏതാണ്? ജർമ്മനിയാണ്. ദുർഗാപൂർ ഏതാണ്? ബ്രിട്ടൻ ആണ്. ഉത്തരം എ ആണ് കേട്ടോ. അടുത്തത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എന്ന്. ഉത്തരം 1986. അടുത്തത് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ആര്? രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ആര്? ഡോക്ടർ DS കോത്തരി കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. ആരാണ്? ഡോക്ടർ CS കോത്തരി കമ്മീഷൻ. അടുത്തത് ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25-നാണ് ലോക ഫുട്ബോൾ ദിനം. അടുത്തത് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണ് ചോദിച്ചത്? ഉത്തരം D ആണ്. ബിയും ഡിയും. അക്ഷാംശം 60° 7 വടക്കു മുതൽ 97 ഡിഗ്രി 25 വടക്ക് വരെ. അടുത്തത് രേഖാംശം 8° 4 മുതൽ കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 കിഴക്ക് വരെ. ഇതാണ് കേട്ടോ, തെറ്റാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏത്? ഉത്തരം സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി.
അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തെറ്റ് ഏത്? ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് എന്നതാണ് ഉത്തരം. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത, അതായത് ഒറ്റയാനെ കണ്ടെത്തുക. ഹിമാലയം. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? അക്ഷാംശം 8°18 വടക്കു മുതൽ 12°48 വടക്ക് വരെ ശരിയാണ്. രേഖാംശം 74°82 കിഴക്കു മുതൽ 77°22 കിഴക്ക് വരെ ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ശരിയാണ്. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത്, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. 1. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തിനും തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. അടുത്തത്, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഏതാണ്? പാലക്കാട് ചുരം. അടുത്തത്, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. അടുത്തത്, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. നെയ്യാർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചത് NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ. കേരളത്തിലെ വൈദ്യുത പദ്ധതികളാണ് ജില്ലകളാണ് ഒറ്റയാനെ കണ്ടെത്തുക. സിയാൽ പദ്ധതി എറണാകുളം. ഇതാണ് കേട്ടോ ഒറ്റയാനെ കണ്ടെത്തുക. സിയാൽ പദ്ധതി എറണാകുളം. അടുത്തത്, കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം സജി ചെറിയാൻ. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അടുത്തത്, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. 1. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നതെന്നാണ്? 1984 എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നതാണ് എന്നാണ് 1984 എവിടെയാണ് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അടുത്തത്, ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതം 1976 നിലവിൽ വന്നത്. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം എന്നാണ് നിലവിൽ വന്നത്? 1984 കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, പേപ്പാറ വന്യജീവി സങ്കേതം എന്ന നിലവിൽ വന്നത് 1983 എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പൊ ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976, ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ഇടുക്കി ജില്ലയിലാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 കൊല്ലം ജില്ലയിലാണ്. പിന്നെ പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1983 തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത്, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. അത് ഏതാണെന്ന് ചോദിച്ചത്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കതിർ ആപ്പ്. അടുത്തത്, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. അപ്പൊ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. അടുത്തത്, പാരീസ് 2024 ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. പാരീസിൽ 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചത് 89.45 മീറ്റർ. അടുത്തത്, UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം.
അത് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യയിൽ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത്. അടുത്തത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്തത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഗാന്ധിജി. അടുത്തത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തായ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തായ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത്? 800. അടുത്തത് ലോക അധ്യാപക ദിനം എന്ന്? ഉത്തരം ഒക്ടോബർ 5. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഉത്തരം ഇന്ദ്ര. അടുത്തത് 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം എ ബ്രസീൽ. അപ്പൊ 2025 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. അടുത്തത് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നതിൽ നിന്നും ശരിയായത് ഉത്തരം കണ്ടെത്തുക എന്നതാണ്. ഏതാ ശരി ഉത്തരം? ബിയും സി ആണ്. ബി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര എന്ന് പറയുന്നു. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ ധമനി എന്നും പറയുന്നു. അടുത്തത് താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ്. ഉത്തരം ഡി ആണ് കേട്ടോ ശരി. താഴെ പറയുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ്. അടുത്തത് താഴെ പറയുന്നതിൽ മെച്ചപ്പെട്ട ഇനം മുളകാണ്. അപ്പൊ താഴെ പറഞ്ഞതിൽ മെച്ചപ്പെട്ട ഇനം മുളകാണ്. ഏതാണ് പച്ചമുളക്? ജ്വാലമുഖി. അടുത്തത് താഴെ പറയുന്നതിൽ ഫിറോമോണിൻ ഉദാഹരണമായത് ഏതാണ്? ബോംബിക്കേൾ. അടുത്തത് താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിനും ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. അടുത്തത് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഏതാണ്? ഉത്തരം സി ആണ്, COVID-19. അടുത്തത് നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ് നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു. അടുത്തത് ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? പ്രകീർണനം. അടുത്തത് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരസിഡ് മൂലമാണ്. ഏതാണ്? ആസിഡ്. അപ്പോ ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആ ആസിഡ് എന്നതാണ് ചോദിച്ചത്. ഏതാണ്? ഫോർമിക് ആസിഡ്. അപ്പൊ ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോർമിക് ആസിഡ്. താപ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? വിസരണം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ
പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? ഏതാണ്? സിങ്ക് ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? ലവോസിയർ. അപ്പൊ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലവോസിയർ. അടുത്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ഉത്തരം ചന്ദ്രയാൻ 3. അടുത്തത് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ട്ടോ. ഏതാണ്? ക്ഷയം. ക്ഷയം ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ട്ടോ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി ഏതാണ്? പ്ലാസ്മേഡിയം. പ്ലാസ്മേഡിയം. അടുത്തത് ഡെങ്കിപ്പനി ഏതാണ്? വൈറസ് ആണ്. മലബനി ലെപ്റ്റോസ്പൈറ. ഉത്തരം ഏതാണ്? ബി ആണ്. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്തത് എലിപ്പനി പ്ലാസ്മോഡിയം. അടുത്തത് ഡെങ്കിപ്പനി വൈറസ്. മലമ്പനി ലെപ്റ്റോസ്പൈറ. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ്. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? മീസിൽസ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? മീസിൽസ്. അടുത്തത് രക്തം ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. അപ്പൊ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. അടുത്തത് ലോകത്തിലെ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിലെ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. അടുത്തത് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്ഫ്ഗോമ മനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്ഫ്ഗോമ മനോമീറ്റർ. അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? ഉത്തരം ബി ആണ്. 2ഉം 3ഉം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അടുത്തത് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ കേട്ടോ. അടുത്തത് എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഏതാണ്? ശ്വാസകോശം. അടുത്തത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃദു സഞ്ജീവനിയാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി. അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അടുത്തത് 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റന്. അടുത്തത് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏത്? ഏതാണ്? ആട്ടം. ആട്ടമാണ് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. അടുത്തത് അമീബക്ക് മസ്തിഷ്ക ജ്വരത്തിനും കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? അമീബക്ക് മസ്തിഷ്ക ജ്വരത്തിനും കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ് അമീബക്കും മസ്തിഷ്ക ജ്വരത്തിനും കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. അടുത്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ആരാണ്? ഉത്തരം ബി. എസ് സ്വാമിനാഥൻ. എസ് സ്വാമിനാഥനാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണൻ. ഇതിന് മുമ്പത്തെ ആരായിരുന്നു? എസ് സ്വാമിനാഥനായിരുന്നു. ഇപ്പോഴത്തെ ആരാ ചോദിച്ചാൽ വി നാരായണനാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സ്വാമിനാഥൻ അല്ല, വി നാരായണനാണ്.
എസ് സ്വാമിനാഥൻ, ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ശേഷം വന്നതാണ് വി നാരായണൻ കേട്ടോ. എക്സാം ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത്. ഇനി 80 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്ന കമ്പനി ബോർഡ്, LGS, ഇനി എല്ലാ എക്സാമിനും നിർബന്ധമായും പഠിച്ചിരിക്കുക. അപ്പൊ ഇനി അടുത്ത ചോദ്യപേപ്പർ ആയിട്ട് വരുന്നതിരെ എല്ലാവർക്കും താങ്ക് യു.